വീണ്ടും ജീവനെടുത്ത കാട്ടാന. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പാലിയത്ത് അമർ ഇലാഹി 24 കൊല്ലപ്പെട്ടത്. മൃതദേഹം തൊടുപുഴ കാരിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റി. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹി 24 മരിച്ചത്. ഞായറാഴ്ച 3 മണിയോടെയാണ് സംഭവം നടന്നത്. വനത്തിന് അടുത്താണ് അമർ ഇലാഹിയുടെ വീട്. വനത്തിനോട് ചേർന്ന മേഖലയാണ് മുള്ളരിങ്ങാട്. തേക്കിൻ തോട്ടത്തിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് അമർ ഇലാഹിയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൻസൂറിനെയും കാട്ടാന ആക്രമിച്ചത്. കാട്ടിൽ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കന്നാലിനെ അഴിക്കാനായിട്ട് പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ കന്നാലി കയറ് വലിച്ച് ഓടി. ആനയെ കണ്ട് കന്നാലി ഓടിയതാണ്. കന്നാലി ഓടിയപ്പോൾ ഇവൻ വീണു. അങ്ങനെയാണ് ഈ മൻസൂറിന് ആണ് ഇതിൻ്റെ വ്യക്തമായ അറിവ് ഉള്ളൂ. ഇതിൻ്റെ അകത്ത് മൻസൂർ വന്നാലാണ്. മൻസൂർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കാണ്. കാലിനും ചെറിയ പരിക്കുണ്ട്. മൻസൂറിനും പരിക്കേറ്റിട്ടുണ്ട്. മൻസൂറാണ് അമറിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിവരം നാട്ടുകാരെ അറിയിച്ചത്. മൻസൂറിന്റെ പരിക്ക് ഗുരുതരമല്ല. അമർ ഇലാഹിയുടെ മൃതദേഹം തൊടുപുഴ കാരിക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 2 വർഷമായി ഈ ഭാഗത്ത് ആനശല്യം നിരന്തരമായി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഭയങ്കരമായിട്ട് കാട്ടാന ശല്യം രൂക്ഷമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സമരം കാര്യങ്ങൾ പിന്നെ ഫെൻസിങ് ഇടാനുള്ള അനുമതികൾ അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ള മിക്ക ആളുകളും. ഞങ്ങൾക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ ആനയുടെ ശല്യം അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ നമുക്ക് അനുകൂലമായിട്ട് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ആ പയ്യന് പാവപ്പെട്ട ഒരു വീട്ടിലെ ചെക്കനാണ്. അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥ ഉണ്ട്. ഒരു പെങ്ങളും ഉണ്ട്, വാപ്പായുണ്ട്, ഉമ്മയുണ്ട്. അവന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിലുള്ള ഭാഗമാണിത്. ആനകൾ പതിവായി കൃഷി നശിപ്പിക്കുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നതായും നാട്ടുകാർ പറയുന്നു. പെരിയാർ നദിയിലൂടെ നേര്യമംഗലം റേഞ്ചിലേക്ക് ആനകളെ കടത്തിവിട്ടിരുന്നുവെന്നാണ് വനം വകുപ്പ് അവകാശപ്പെട്ടിരുന്നത്. പ്രദേശത്ത് നിന്ന് ആനകളെ തുരത്തുന്ന വനം വകുപ്പിന്റെ ദൌത്യം നടന്നിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ആനശല്യം കാരണം വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.